അപ്പോൾ എൻ്റെ മുന്നിൽ പകുതി ചെത്ത് കിടക്കുന്ന കൊതുകുകളെ സാക്ഷി നിർത്തി പറയുന്നു. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നോട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മൊസ്കിറ്റോ ട്രാപ്പറാണ്. മൊസ്കിറ്റോ ട്രാപ്പർ നമ്മൾ ഈ ഓൺലൈനിൽ കാണുന്നതിലൂടെ തന്നെ സെയിം അതേ ഒരു രീതി തന്നെയാണ് നമ്മൾ മൊസ്കിറ്റോ ട്രാപ്പർ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് ചെറിയൊരു കാര്യം, നിങ്ങൾ ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ DIY ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റിയുടെ കാര്യം ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം. കാര്യം എന്ന് വെച്ചാൽ ഇതുണ്ടാക്കുന്ന സമയത്ത് എൻ്റെ കണ്ണിലോട്ട് നല്ലതായിട്ട് അതിൻ്റെ ഈ PVC കെട്ടിയത് പൊടി തെറിച്ചു. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇറിറ്റേഷൻ മൂഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളെന്തായാലും എന്തുണ്ടാക്കിയാലും ഇതുകൊണ്ട് നമ്മുടെ സേഫ്റ്റിയുടെ കാര്യം നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഈ മൊസ്കിറ്റോ ട്രാപ്പർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒന്നാണ് നമുക്കൊരു പർപ്പിൾ കളർ LED. ഈ സെയിം കളർ LED തന്നെയാണ് ഈ മൊസ്കിറ്റോ ട്രാപ്പറിനകത്തൊക്കെ ഉപയോഗിക്കുന്നത്. ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ DC ഫാൻ എടുത്തിട്ടുണ്ട്. ഈ ഫാൻ നമ്മുടെ കമ്പ്യൂട്ടറിനകത്തൊക്കെ എല്ലാ കൂളിംഗ് സിസ്റ്റത്തിലും കാണുന്നതാണ്. ഈ ഫാനും അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു PVC പൈപ്പ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ PVC പൈപ്പിനകത്തോട്ട് ഈ ഫാന് വെച്ച് കൊടുക്കാം. ഒരു പോണക്ക് ഒരേ ലെവലിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അടിവശത്ത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയ PVC ഷീറ്റാണ്. ഈ ഷീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്യാപ്പിൽ കൂടെ ഒന്നും നമ്മൾ അകത്തോട്ട് കയറുന്നതൊന്നും പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ രീതിയിൽ ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുത്ത ശേഷം ഇതിനകത്തോട്ട് ഗ്ലൂ ഇട്ട് ഒട്ടിച്ച് കൊടുക്കാം. അതുകൊണ്ട് അങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഈ ഫാനിൻ്റെ എല്ലാ സ്റ്റാൻഡും നമുക്ക് ഗ്ലൂ ഇട്ട് നല്ലതായിട്ട് ഉറപ്പിക്കാം. ഇനി ഞാൻ ഇതുപോലൊക്കെ കവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ LED നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലൊക്കെ സെൻട്രലായിട്ട് വരുന്ന രീതിയിൽ. ഞാൻ ഈ കവറൊന്നും ഉണ്ടാക്കുന്നത് കാണിക്കത്ത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ വളരെ ലെങ്തി ആയിപ്പോവും. അതുകൊണ്ടാണ് നമ്മളത് സെൻറ്റർ വരുന്ന രീതിയിൽ അത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലൊക്കെ 3 PVCയുടെ ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫാൻ ഇരിക്കുന്നതും ഈ ഒരു മണ്ടവശമായിട്ട് ഏകദേശം ഈ ഒരു ഷേപ്പിലിരിക്കാൻ വേണ്ടി സ്റ്റാൻഡ് മാതിരി വെക്കാൻ വേണ്ടിയാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിന് മുമ്പ് നമുക്ക് ആദ്യം തന്നെ ടോപ്പ് കവറിൽ നമുക്കിതെല്ലാം ഗ്ലൂ ഇട്ടിട്ട് നല്ലവണ്ണം ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് ബോട്ടം കവർ ഒട്ടിക്കുക. അതായിരിക്കും നമുക്കൊന്നൊരു എളുപ്പം. ഓക്കെ, അങ്ങനെ 3 ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫാനിരിക്കുന്ന കവറിലോട്ട് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ LED ബൾബും ഈ ഫാനിൻ്റെ ഡിസ്റ്റൻസ് ഞാൻ ഒരു 3 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. 3 ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ടാണ് ഞാനിത് ഒട്ടിക്കാൻ പോകുന്നത്. ഈ ഗമ്മ് യൂസ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കയ്യിലെല്ലാം ആയി കഴിഞ്ഞാൽ പോകത്തില്ല. ഇത് നമ്മുടെ അത്രയുടെ തൊലി അവിടെ ഇരുന്ന് പോകും. അതാണ് ഈ ഗമ്മിൻ്റെ ഒരു കുഴപ്പം. പക്ഷേ ഇത് പെട്ടെന്ന് ഒട്ടുകയും ചെയ്യും. അങ്ങനെ 3 കാലും ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി അടുത്തായിട്ട് നമ്മുടെ ഈ LED കണക്ഷൻ നമുക്ക് നീട്ടിയെടുക്കണം. അതിന് ഞാനിവിടെ വേറൊരു പീസ് വയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറിപ്പോയിരിക്കാൻ വേണ്ടി റെഡ് വയർ തന്നെ കൊടുത്തിരിക്കണം. റെഡ് വയർ ഈ ഇതിനകത്ത് കണ്ടോ ഒരു റെഡ് മാർക്ക് കാണിച്ചേക്കുന്നുണ്ട്. അതാണ് എൻ്റെ റെഡ്, അതായത് എൻ്റെ പോസിറ്റീവ്. അപ്പോൾ അതിലോട്ട് തന്നെ നമുക്ക് ഈ റെഡ് വയറിൻ്റെയും കണക്ട് ചെയ്യാം. അതുകൊണ്ട് അടുത്ത വയർ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അടുത്തായിട്ട് ഇൻസുലേഷൻ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇൻസുലേഷൻ സ്ലീവ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് തന്നെയാണ് ഞാനിവിടെ ചെയ്യുന്നത്. പക്ഷേ സ്ലീവ് ഉപയോഗിക്കുന്ന വൃത്തി, എന്നാലും നമുക്കിപ്പോൾ അതില്ലാത്തതുകൊണ്ട് നമുക്കിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇൻസുലേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇൻസുലേഷൻ ടേപ്പ് വെളിയിൽ കാണുമ്പോൾ ഒരാളുമ്പല്ലേ, ഇനി അത് കാണാതിരിക്കാൻ വേണ്ടി നമുക്ക് അടിയിലോട്ട് വെച്ച് ഇച്ചിരി ഗ്ലൂ ഇട്ട് ഇവിടെ അങ്ങ് സെറ്റ് ചെയ്ത് വെക്കാം. ഈ പശ നമ്മുടെ കയ്യിൽ ആദ്യം പിടിക്കുന്നത്, എന്നിട്ടാണ് ബാക്കിയുള്ളത് പിടിക്കുന്നത്. എൻ്റെ കൈ മൊത്തമായി. അങ്ങനെ ഒട്ടി ഗൈസ്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഈ ടേപ്പ് ഇറക്കി ഇതാണ്ട് ഇതിൻ്റെ ഒരു ഹോളുണ്ട്. ഓക്കെ, അതാണ്ട് ഇതിൻ്റെ ചെറിയ ഗ്യാപ്പിൽ കൂടെ നമ്മൾ വെള്ളോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിവശത്തോട്ട് നമുക്ക് ഇതിൻ്റെ ചാർജിങ് പോർട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈ ഫീമെയിൽ സോക്കറ്റ് ഇതിനകത്ത് സോൾഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് ഞാൻ എൻ്റെ ബോട്ടം നമ്മൾ വെക്കുന്ന കണ്ടെയ്നർ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ PVCയുടെ പൈപ്പിൽ തന്നെയാണ് ചെയ്തെടുത്തേക്കുന്നത്. PVCയുടെ പൈപ്പ് എടുത്തിട്ട് നമ്മൾ അതിനകത്ത് നമ്മുടെ ഈ കൊതുക് വല അത് 2 സൈഡിലും കട്ട് ചെയ്തിട്ട് അവിടെ അകത്തുനിന്ന് ഒട്ടിച്ച് കൊടുത്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് ലോക്കായിട്ടിരിക്കാൻ വേണ്ടി ഇതുകൊണ്ട് ചെറിയൊരു പീസ് വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഇതാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ഇറക്കി അങ്ങ് വെച്ചാൽ മതി. കണ്ടോ, സിമ്പിളായിട്ട് ഇതിനെ തരുന്നോളും. നമുക്ക് ആവശ്യം ഇതിനകത്ത് വർക്കിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് ഇങ്ങനെ തിരിച്ചു എടുക്കാനും പറ്റും. അപ്പോൾ ഈ കണ്ടെയ്നറിനകത്തായിരിക്കും നമ്മൾ ഈ കൊതുകും അങ്ങനെയുള്ള ഈ ലൈറ്റിനെ ആകർഷിച്ച് വരുന്ന പ്രാണികളെല്ലാം വന്ന് അടിയുന്നത്. അതുകൊണ്ട് ഈ ഒരു ഫാൻ വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഫാനിൻ്റെ എയർ തള്ളുന്നത് എപ്പോഴും ഈ ബാക്കിലോട്ടായിരിക്കണം. ഈ കണ്ടെയ്നറിലോട്ട് വരുന്ന രീതി വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതാകുമ്പോൾ ഈ ലൈറ്റിനെ ആകർഷിച്ച് വരുന്ന പ്രാണികൾ ഇവിടെ വരെയും ഈ ഫാനിൻ്റെ പവർ മൂലം ഇതിനകത്തോട്ട് വലിച്ചെടുക്കുകയും ഈ ഒരു കണ്ടെയ്നറിൽ വന്ന് അടിയുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇത് എല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. അപ്പോൾ ഇത് ടെസ്റ്റ് അടിക്കാനായിട്ട് കുറച്ച് സമയം വേണ്ടി വരും. അതായത് നമുക്ക് ഒരു രാത്രി പകൽ വേണ്ടി വരും. അപ്പോൾ എന്തായാലും അല്ലാതെ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. ഞാനിതിൻ്റെ വെട്ടം പൂർണ്ണമായിട്ട് കാണാൻ വേണ്ടി ഇവിടുത്തെ ലൈറ്റെല്ലാം ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് വേണ്ടി ഈ പിന്നിലോട്ട് ഇത് 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററാണ്. അഡാപ്റ്ററിൽ നിന്ന് എടുക്കുന്നതാണ്. നമുക്കിതൊന്ന് കണക്ട് ചെയ്താൽ മതി. കണ്ടില്ലേ? അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. ഇപ്പോൾ ഞാൻ ഇന്ന് രാത്രി ഫുൾ ഇതിവിടെ തന്നെയാണ് വെക്കുന്നത്. നമുക്ക് നേരം വെളുത്തിട്ട് നോക്കാം ഇതിനകത്ത് ഇത്രമാത്രം കൊതുക് ട്രാപ്പായിട്ടുണ്ടെന്ന്.
അപ്പോൾ ഇന്നലെ രാത്രി മൊത്തം കത്തിച്ച് വെച്ചിട്ട് നമ്മൾ നേരം വെളുത്ത് വന്ന് നോക്കുകയാണ് ഇന്നത്തെ എത്ര പേര് ട്രാപ്പായിട്ടുണ്ടെന്ന്. എന്തോ പ്രാണിയൊക്കെ വീണ് കിടപ്പുണ്ട്, കൃത്യമായിട്ട് കാണുന്നില്ല. ഓ, ജീവനുള്ള കൊതുകുണ്ട് ഗായ്സ്, അതുകൊണ്ടിരിക്കുന്നു. ചാവാത്തവന്മാരും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അവന്മാരുടെ കാലൊക്കെ കണ്ട് കിടക്കുന്നു. അതുകൊണ്ട് ആ മൂലയ്ക്ക് കുറേ ഉണ്ട് കേട്ടോ. ഓ ഓ, ചത്തിട്ടില്ല. അതിനകത്ത് ഇപ്പോഴും ജീവനോട് കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മെഷീൻ വർക്കിംഗ് ആണ്. നല്ല പരിക്ക് പറ്റിയിട്ട് കിടക്കുന്നവന്മാരാണ് കൂടുതൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് തുറക്കുമ്പോൾ ഇതെല്ലാം പറന്നു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതിനകത്ത് കിടന്ന് പറക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ പവർ ഡിസ്കണക്ട് ചെയ്തിട്ട് ഈ കണ്ടെയ്നർ നൂരി കാണിച്ചു തരാം. ആ, ചത്തി. ഇതാണ്ട് ഇത്രയും കൊതുകിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം 10ഓളം കൊതുകിനെ നമ്മൾ ഈ മെഷീനകത്ത് പിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം പകുതി ചത്ത നിലയിലാണ്, മൊത്തത്തിൽ മരിച്ചിട്ടില്ല. കൂടുതലും വികലാംഗരാണ്. ചിറക് പോയതും കാല് പോയതും പറക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് എല്ലാം കിടക്കുന്നത്. ഇതിനകത്ത് ഇനിയും കുറച്ച് പ്രാണികളുണ്ട്, കുഞ്ഞു പ്രാണികളുണ്ട് ഈ ലൈറ്റിനെ ആകർഷിച്ച് വരുന്നത്. അതെല്ലാം ഇതിനകത്ത് ഇങ്ങനെ പറ്റിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഇടയ്ക്ക് ഇവിടെ കറണ്ട് പോയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ചാവാത്തതല്ല ഇതിൻ്റെ ലീഫിൽ കൂടെ കയറിപ്പോയി കാണും. അപ്പോൾ എൻ്റെ മുന്നിൽ പകുതി ചത്ത് കിടക്കുന്ന കൊതുകുകളെ സാക്ഷി നിർത്തി പറയുന്നു, ഈ മെഷീൻ ഒരു 50% വിജയമാണ്, ഒരു 50% ഫ്ലോപ്പാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തിട്ട് വീഴുന്ന കൊതുകുകളെല്ലാം പൂർണ്ണമായിട്ട് ചത്തുപോകുന്നില്ല, ഒരു പകുതി ചത്ത നിലയിലാണ്. അപ്പോൾ ഇതിനകത്ത് ചാവാത്ത വലിയ ഡാമേജ് ഇല്ലാത്ത കൊതുകുകളെല്ലാം ഇത് കറണ്ട് പോകുന്ന സമയത്ത് തിരിച്ച് പറന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെഷീൻ 100% വർക്കിംഗ് ആണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് കരുതുന്നു. അപ്പോൾ ദയവായിട്ട് നിങ്ങളെല്ലാം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.